മഹാരാഷ്ട്രയിലെ ആരാധനാലയത്തെ ചൊല്ലി വിവാദം കനക്കുന്നു. കല്യാണിലെ മുസ്ലിം ആരാധനാലയമായ ഹാജി മലംഗ് ദർഗയെ ക്ഷേത്രമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം കല്യാണിൽ നടന്ന മലംഘട്ട് ഹരിനാം മഹോത്സവം ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ പ്രഖ്യാപനം. ഹാജി മലംഗ് ബാബ എന്നറിയപ്പെടുന്ന സൂഫി സന്യാസിയായ ഹാജി അബ്ദുൾ റഹ്മാന്റെ പേരിലാണ് കല്യാണിന് തെക്ക് ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹാജി മലംഗ് ദർഗ. കല്യാണിലെ മുസ്ലിം ആരാധനാലയമായ ഹാജി മലംഗ് ദർഗയെ ക്ഷേത്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പ്രഖ്യാപിച്ചു. पण आपल्या मनातल्या भावना मलंगड मुक्तीच्या बद्दल आहेत त्या पूर्ण केल्याशिवाय हा एकनाथ शिंदे स्वस्त बसणार नाही. കഴിഞ്ഞ ദിവസം കല്യാണിൽ മലംഘട്ട് ഹരിനാം മഹോത്സവം ഉദ്ഘാടനം ചെയ്യവെയാണ് ആനന്ദ് ദിഗയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് മുഖ്യമന്ത്രി ഷിൻഡെ വ്യക്തമാക്കിയത്. या मलंगडामध्ये धर्मवीर आनंद दिगे साहेबांनी मलंगड मुक्तीचं आंदोलन सुरू केलं आणि आता जय मलंग श्री मलंग आपण म्हणू लागलो. हा त्याचाही आनंद आपल्याला आहे. മഹാരാഷ്ട്രയിലെ ക്ഷേത്ര വികസന പദ്ധതികൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞായിരുന്നു ഷിൻഡെയുടെ പ്രസംഗം. अंबरनाथ इथलं प्राचीन मंदिर शिव मंदिर आहे. खासदार त्याचा पाठपुरावा करत असतात. 138 कोटी रुपये आपण त्यासाठी दिलेले आहे. पंढरपूरचा देखील विकास झाला पाहिजे यासाठी सरकारकडून कुठेही पैसे कमी पडणार नाहीत. തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് പ്രചാരണം ശക്തമായത്. മകനും എംപിയുമായ ശ്രീകാന്ത് ഷിൻഡെയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. ദർഗയെ ചൊല്ലി ഏറെക്കാലമായി തർക്കമുണ്ട്. ഹാജി അബ്ദുൾ റഹ്മാൻ എന്ന സൂഫിയുടെ ദർഗയാണിതെന്നാണ് ഒരു വിഭാഗത്തിന്റെ അവകാശവാദം. എന്നാൽ നാഥ്പന്ത് എന്ന സന്യാസിയുടെ സ്മൃതി മണ്ഡപമാണിതെന്നാണ് മറ്റു ചില സംഘടനകളും വാദിക്കുന്നത്. മലംഘട്ട് എന്നാണ് ഹൈന്ദവ സംഘടനകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. താനെ ജില്ലയിലെ ശിവസേന നേതാവായിരുന്ന ആനന്ദ് ദിഗയായിരുന്നു ദർഗയെ ക്ഷേത്രമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് ആദ്യമായി രംഗത്ത് വന്നത്. ജയ് മലംഗ് ശ്രീമലംഗ് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ദിഗെ രംഗത്ത് വന്നത്. ആനന്ദ് ദിഗയുടെ ശിഷ്യനാണ് താനെന്നാണ് മുഖ്യമന്ത്രി ഷിൻഡെ സ്വയം വിശേഷിപ്പിക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.